നോമ്പുകാലം 2-ാം വാരം തിങ്കൾ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 6, 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. കർത്താവിൻ്റെ സുവിശേഷം. ഇന്നത്തെ സുവിശേഷത്തിൽ 5 കാര്യങ്ങൾ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ നമുക്കുണ്ടാകേണ്ട നന്മകളെപ്പറ്റിയും 2 കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത തിന്മകളെപ്പറ്റിയും. കരുണ, ദാനശീലം, ക്ഷമ എന്നിവ ഉണ്ടായിരിക്കണമെന്നും വിധി, കുറ്റം പറച്ചിൽ എന്നിവ ഉണ്ടായിരിക്കരുതെന്നും കർത്താവ് കൽപ്പിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ ആത്മീയമായി ആഴപ്പെടുവാനും ലൗകികമായി വീണു പോകാതിരിക്കുവാനും നമുക്ക് സാധിക്കണമെന്ന് ഈ വചനങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നു. കരുണാമയനായ കർത്താവെ, അവശരെ കാണുമ്പോൾ അലിവുണ്ടാകുവാനും ഞങ്ങളെ വേദനിപ്പിച്ചവരെ കാണുമ്പോൾ ക്ഷമിക്കുവാനും ആവശ്യമുള്ളവരെ കാണുമ്പോൾ കൊടുക്കുവാനും ഒരിക്കലും ആരെയും വിധിക്കാതിരിക്കുവാനും മറ്റുള്ളവരുടെ കുറ്റം പറയാതിരിക്കുവാനും ഞങ്ങളെ ഈ നോമ്പ് കാലത്തിലൂടെ ശക്തിപ്പെടുത്തണമേ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.